കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുകയാണെന്നും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇടതു ദുർഭരണത്തിന് അന്ത്യമാകുമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ തങ്ങൾ UDF നോർത്ത് മണ്ഡലം കമ്മിറ്റി സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇടത് ദുർഭരണത്തിന് അന്ത്യമാകുമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയ തങ്ങൾ UDF കായംകുളം നോർത്ത് മണ്ഡലം കമ്മിറ്റി സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. വലതുവശത്തേക്ക് വീശിക്കൊണ്ടിരിക്കുകയാണ്. UDF ഈ കേരളം ഭരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ 10 വർഷമായി ഈ കേരളത്തെ പിന്നോട്ട് വലിച്ച ഈ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു ജനവിധി ആയിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊക്കെ ഉറപ്പാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 20 വർഷമായി കായംകുളത്ത് എന്ത് വികസനമാണ് നടന്നത് എന്നുള്ളത് കായംകുളത്തുകാർ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ പറയും. അത്തരം മുന്നേറ്റങ്ങൾ നടത്താൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ ഒരിടത്തു നിന്നും അത് പരിഹരിക്കാൻ, അത് ഓവർകം ചെയ്യാൻ ലിജുവിനെ പോലുള്ള പ്രതിഭാശാലികളായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടും വികസന കാഴ്ചപ്പാടുമുള്ള, അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മികച്ച സംഘാടകനാണ്. കഴിഞ്ഞ ശിവഗിരി മഠത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ എത്രത്തോളമാണ് ഈ നാടിൻ്റെ കേരളത്തിൻ്റെ മനുഷ്യരുടെ ഇഴയെടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നതിനെക്കുറിച്ച് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് സംസാരിച്ചത് തങ്ങളാണ്. ഇപ്പോൾ ഈ വേദിയിൽ അദ്ദേഹം അത് അനുസ്മരിച്ചത് അങ്ങേയറ്റം അഭിമാനകരമായ കാര്യമാണ്. പ്രിയപ്പെട്ട തങ്ങളുടെ സാന്നിധ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നട്ടെല്ലായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ വിജയത്തിന് വേണ്ടി നടത്തുന്ന കഠിനമായ പരിശ്രമങ്ങൾ, ഈ കത്തുന്ന സൂര്യന് താഴെ രക്തം വിയർപ്പാക്കിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ നടത്തുന്ന പരിശ്രമം, ഇതിനെല്ലാം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഫലമുണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. നമ്മൾ കായംകുളത്ത് ജയിക്കും. കേരളത്തിലും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തും. ഒരിക്കൽ കൂടി ഞാനിവിടെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള മുഴുവൻ ജനാധിപത്യ കടയിൽ രാജൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി, ജോൺസൺ അബ്രഹാം, H. ബഷീർകുട്ടി, വേലഞ്ചിറ സുകുമാരൻ, OU റഷീദ്, A. താഹ, അഡ്വക്കേറ്റ് E. സമീർ, T. സൈലാബ്ദീൻ, സിയാദ് വലിയ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.